വളരെ അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു കാവ്യ മാധവന്റെ അച്ഛന്റെ വിയോഗം. ഇന്നലെ ചെന്നൈയിൽ വെച്ചായിരുന്നു കാവ്യ മാധവന്റെ അച്ഛൻ മരണപ്പെട്ടത്. മഹാലക്ഷ്മിയുടെ പഠനത്തിനു വേണ്ടി ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു കാവ്യ മാധവനും കുടുംബവും. കാവ്യ മാധവന്റെ കൂടെ അച്ഛനും അമ്മയും അവിടേക്ക് താമസം മാറുകയായിരുന്നു. അവിടെ നിന്നാണ് അച്ഛന്റെ വിയോഗം സംഭവിക്കുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു അച്ഛന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടമേറിയ സമയത്തും ഇനി എന്താണ് അടുത്തുള്ള കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തും അച്ഛന്റെ മരണസമയത്ത് കാവ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ദിലീപേട്ടൻ വരട്ടെ എന്നും ദിലീപേട്ടൻ വന്നിട്ട് തീരുമാനിക്കാമെന്നുമായിരുന്നു കാവ്യയുടെ മറുപടി. എല്ലാ കാര്യങ്ങളും ദിലീപ് വന്ന ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു കാവ്യയുടെ മറുപടി. പുലർച്ചെ അച്ഛന്റെ മരണം ദിലീപിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു കാവ്യ മാധവൻ. അതുമാത്രമല്ല, അച്ഛന്റെ പേര് കാവ്യ മാധവൻ എന്ന പേര്, മാധവൻ എന്നത് ഒരു ഐശ്വര്യം തന്നെയായിരുന്നു കാവ്യ മാധവന്. തന്റെ മകളുടെ ഏറ്റവും താഴ്ന്ന സമയങ്ങളിലും ഏറ്റവും മുന്നേറുന്ന സമയങ്ങളിലും തന്റെ അച്ഛൻ തന്റെ കൂടെ എന്നും തന്നെ ഉണ്ടായിരുന്നു. മാധവൻ എന്ന പേര് ഐശ്വര്യമാക്കി തന്നെ കാവ്യ മാധവൻ ഉണ്ടായിരുന്നു. തന്റെ തിരക്കുകളെല്ലാം തന്നെ മാറ്റിവെച്ച് തന്റെ മകളുടെ കൂടെയായിരുന്നു തന്റെ അച്ഛന്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോഴും അച്ഛൻ കൂടെ തന്നെ വന്നത്. അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്നെ നട്ടല എന്ന് പല അഭിമുഖങ്ങളിലും കാവ്യമാധവൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ചായിരുന്നു കാവ്യമാധവന്റെ അച്ഛൻ മാധവൻ മരണപ്പെട്ടത്. മകൻ മിഥുൻ വരാൻ വേണ്ടി അച്ഛനെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിന്റെ വിയോഗം അറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വന്നത്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഓണർ കൂടിയാണ് മാധവൻ. മകൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോഴും സ്റ്റേജിൽ നൃത്തം ചെയ്യുമ്പോഴെല്ലാം തന്നെ അച്ഛൻ കൂടെ എന്നും തന്നെ ഉണ്ടാകും. അച്ഛന് തന്നോട് പ്രത്യേക തരത്തിലുള്ള വാത്സല്യമാണ് എന്നും കാവ്യമാധവൻ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ കൂടെ എന്നും തന്നെ നിഴലായി നിന്ന അച്ഛൻ പോയത് ദുഃഖത്തിലാണ് കാവ്യമാധവൻ. വളരെ പെട്ടെന്നായിരുന്നു 72-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. യാതൊരു അസുഖവും തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നിരവധി സിനിമാ താരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അർപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. 2 മക്കളാണ് മാധവനും ശ്യാമളയ്ക്കുമുള്ളത്. പ്രശസ്ത സിനിമാ നടി കാവ്യ മാധവനും മകൻ മിഥുൻ മാധവനും. മിഥുൻ മാധവൻ ഓസ്ട്രേലിയയിൽ കുടുംബവുമായി സെറ്റിൽഡാണ്. കാവ്യ മാധവൻ ഈ അടുത്താണ് ചെന്നൈയിലേക്ക് താമസം മാറിയത്. ചെന്നൈയിലേക്ക് താമസം ആകുമ്പോൾ ശ്യാമളയും മാധവനും കാവ്യയുടെ കൂടെ തന്നെ വരികയായിരുന്നു. കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. രാത്രി 9 മണിയോടുകൂടി തന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നിരുന്നാൽ കൂടി ജീവൻ നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. കാവ്യമാധവന്റെ അച്ഛൻ മാധവന്റെ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. നിങ്ങൾക്ക് കാവ്യമാധവനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.